വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിന് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല. ഭൂമി കണ്ടെത്തുക, കടൽ നികത്തി. 77.17 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് കടൽ നികത്തി കണ്ടെത്തുക. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുകയാണ്. ടിൻഡു, എങ്ങനെയാണ് രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കുള്ള രൂപരേഖ? മൂന്നാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി കണ്ടെത്തേണ്ടതായിട്ടുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ ഭൂമി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ നിലനിന്നു. ഇപ്പോൾ അതിനാണ് ഒരു പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല. 77.7 ഹെക്ടർ കടൽ നികത്തിയെടുത്തുകൊണ്ടായിരിക്കും തുടർന്നുള്ള തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. അതോടൊപ്പം തന്നെ അതായത് ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 3000 മീറ്റർ പുലിമുട്ട് നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ 4 ബർത്തുകൾക്ക് വാർപ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 63 ഹെക്ടർ ഭൂമി കടൽ നികത്തിയെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 77.7 ഹെക്ടർ കടലാണ് നികത്തി കരഭൂമിയാക്കി എടുക്കുക. ഇവിടെ ആയിരിക്കും ഇനിയിപ്പോൾ പോലെ ബർത്തും മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിർമ്മിച്ച ബർത്ത് ഏതാണ്ട് 4 ബർത്തുകളോട് നിർമ്മിച്ചിട്ടുണ്ട്. 8 ബർത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ തന്നെ 1200 മീറ്റർ പുലിമുട്ടിന്റെ നീളവും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് അധിക ഭൂമി വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കടൽ നികത്തിയെടുത്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറമുഖ കമ്പനി ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 2028 കൂടി നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നീലിമ.